ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ആവേശകരമായ ഏകദിന പരമ്പരയ്ക്ക് ലോർഡ്സിൽ തിരശ്ശീല വീണിരിക്കുകയാണ്. ടി20 പരമ്പര കൈവിട്ട ഇന്ത്യൻ ടീമിന് യുവ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ കീഴിൽ ഈ ODI പരമ്പര സ്വന്തമാക്കുക എന്നത് വലിയൊരു ലക്ഷ്യമായിരുന്നു. രണ്ടു ടീമുകളും ഒപ്പത്തിനൊപ്പം പോരാടിയ ഈ പരമ്പരയുടെയും നിർണായക ഫൈനൽ മത്സരത്തിന്റെയും ഒരു റിവ്യൂലേക്ക് നമുക്ക് നോക്കാം. ബർമിംഗ്ഹാമിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ അക്സർ പട്ടേലിന്റെ മികച്ച ബോളിംഗും ഗില്ലിന്റെ ബാറ്റിംഗും ഇന്ത്യക്ക് 6 വിക്കറ്റിന്റെ തകർപ്പൻ ജയം സമ്മാനിച്ചിരുന്നു. എന്നാൽ കാർഡിഫിൽ നടന്ന രണ്ടാം മത്സരത്തിൽ ജോ റൂട്ടിന്റെ ബാറ്റിംഗ് കരുത്തിൽ ഇംഗ്ലണ്ട് 4 വിക്കറ്റിന് ജയിച്ചതോടെ പരമ്പര 1-1 എന്ന നിലയിലായി. തുടർന്ന് ലോർഡ്സിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് 387 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. ബെൻ ഡക്കറ്റിന്റെ സെഞ്ചുറിയും ജേക്കബ് ബദേലിന്റെ ബാറ്റിംഗും ഇന്ത്യൻ ബോളർമാരെ വെള്ളം കുടിപ്പിച്ചു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്കായി മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ 138 റൺസോടെ അവിസ്മരണീയമായ ഒരു സെഞ്ചുറി പോരാട്ടം കാഴ്ചവെച്ചു. ഒപ്പം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 77 റൺസും വിരാട് കോഹ്ലി 74 റൺസും എടുത്ത് മികച്ച പിന്തുണ നൽകിയെങ്കിലും കളി ജയിപ്പിക്കാനായില്ല. നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 360 റൺസ് എടുക്കാനേ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ. ഇതോടെ മത്സരത്തിൽ 27 റൺസിന് വിജയിച്ച ഇംഗ്ലണ്ട് ഏകദിന പരമ്പര 2-1 സ്വന്തമാക്കി. രോഹിത് ശർമ്മയുടെ ഈ തകർപ്പൻ സെഞ്ചുറി പ്രകടനത്തെക്കുറിച്ചും ക്യാപ്റ്റൻ എന്ന നിലയിൽ ശുഭ്മാൻ ഗില്ലിന്റെ തീരുമാനങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യൻ ബോളിംഗ് നിരയുടെ പരാജയമാണോ തോൽവിക്ക് കാരണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് വാർത്തകൾ തത്സമയം അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.